ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 യൂട്യൂബ് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു അപ്ഡേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2026 മുതൽ നമുക്ക് 500 സബ്സ്ക്രൈബ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയും അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ലഭിക്കുവാനും തുടങ്ങും. യൂട്യൂബിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളൊരു ചാനൽ തുടങ്ങി നമ്മുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആയി നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടണം എന്നാണ്. എന്നാൽ ഇനി മുതൽ എല്ലാവർക്കും അതിന് സാധിക്കും. 2026 മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് കൊണ്ടുവന്ന ഒരു ബിഗ് അപ്ഡേറ്റ് ആണിത്. അപ്പോൾ ഇത് എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്നും എങ്ങനെയാണ് നമുക്ക് പേയ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മോണിറ്റൈസേഷൻ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോവാം. ഇതുവരെ നമ്മുടെ ചാനലിൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും അതല്ലെങ്കിൽ 90 ഡേയ്സിനുള്ളിൽ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ 10 മില്യൺ വ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ട് നമ്മുടെ ചാനലിൽ നിന്നും ഏണിങ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്. ഇനി മുതൽ നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറും അല്ലെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ വ്യൂസും നമ്മുടെ ചാനലിൽ ഒരു വർഷത്തിനുള്ളിലോ, ലോങ് വീഡിയോയുടെ കാര്യമാണ് 1 ഇയർ എന്ന് പറയുന്നത്. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് മുന്നേ ലഭിച്ചിരുന്നത് നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ സൂപ്പർ ചാറ്റോ മെമ്പർഷിപ്പോ ഒക്കെ തരുകയാണെങ്കിൽ അതുവഴി കിട്ടുന്ന ഏണിങ്സ് ആണ് നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ലഭിച്ചവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഫുൾ മോണിറ്റൈസേഷൻ കിട്ടുന്നവർക്ക് വീഡിയോസിലൂടെയുള്ള ആഡ്സ് വഴിയാണ് നമുക്ക് ഏണിങ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഹാഫ് മോണിറ്റൈസേഷൻ ലഭിച്ചവർക്ക് യൂട്യൂബ് നമുക്ക് ഷോപ്പിംഗ് ഫ്യൂച്ചർ എനേബിൾ ആക്കി തരുന്നുണ്ട്. നേരത്തെ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആയവർക്കും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഫ്യൂച്ചർ ലഭിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫ്യൂച്ചർ എനേബിൾ ആക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫീച്ചറാണ്. എല്ലാ മാസവും നമുക്കൊരു എമൗണ്ട് ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ ചാനലിൽ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഷോർട്സിനും വീഡിയോസിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ എന്താണോ വിസിബിളായിട്ട് കാണിച്ചിരിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റ് നമുക്കവിടെ ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം ഞാനൊരു മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതല്ല എങ്കിൽ ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ ഈ മൈക്കിൻ്റെയോ ലിങ്ക് നമുക്ക് പ്രോഡക്റ്റ് അതായത് ടാഗ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇതേ സെയിം പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രോഡക്ട്സുകളോ, അതായത് മൈക്ക് ഇപ്പോൾ ഞാൻ ഗ്രനേറിയോ P10 എന്ന് പറയുന്ന മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈക്ക് നിങ്ങൾ ഗ്രനേറിയോ P10 എന്നോ ഇതുപോലത്തെ മറ്റു മൈക്കുകളോ നിങ്ങൾക്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ടാഗ് ചെയ്യേണ്ടതെന്ന് സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ടാഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ ഇപ്പോൾ എൻ്റെ മൈക്ക് എന്ന് പറയുന്നത് ഗ്രനേറിയോ P10 ആണ്. അതിപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ സൈഡിലായിട്ട് ഗ്രനേറിയോയുടെ P10 മൈക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ മൈക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റോ നിങ്ങൾ ആ വീഡിയോയിൽ മറ്റു പ്രോഡക്റ്റുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റോ ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടാഗ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ടാഗ് ചെയ്ത പ്രോഡക്റ്റ് നമ്മുടെ ഒരു വ്യൂവറിന് എങ്ങനെ അത് കാണാൻ സാധിക്കുമെന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് മുകളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ ആ ടാഗ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിലോ അതെന്താണ് ആ പ്രോഡക്റ്റ് എന്ന് അറിയണമെന്നുണ്ടെങ്കിലോ ഒക്കെ ആ പ്രോഡക്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഏത് ആപ്പിലാണോ അവിടെ അത് ഓപ്പൺ ആവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തു, ആ പ്രോഡക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു മാസത്തിനുള്ളിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മിന്ത്രയിൽ നിന്നോ നിങ്ങൾ എന്ത് തന്നെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിരുന്നാലും അതിന്റെ ഒരു ചെറിയൊരു കമ്മീഷൻ എനിക്ക് ഷോപ്പിങ്ങിലൂടെ ഏണിങ്സ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നു, അതിന് ഞാൻ അവിടെ ടാഗ് ചെയ്യുന്നു. അതിൽ മറ്റൊരു വ്യൂവർ അത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും നിങ്ങൾ മറ്റു പ്രോഡക്റ്റുകൾ ആ ഒരു മാസത്തിനുള്ളിൽ മിന്ത്രയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചിത കമ്മീഷൻ എനിക്ക് ഏണിങ്സ് ആയിട്ട് ഷോപ്പിങ്ങിൻ്റെ ഫ്യൂച്ചർ വഴി എനിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും. അപ്പോൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ ആ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്തു, നാളെ മറ്റൊരാളുടെ പ്രോഡക്റ്റ് ആയിരിക്കും, വേറൊരു വീഡിയോസ് കണ്ടിട്ട് അതിൽ കാണുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത ആണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ പോലും നിങ്ങൾ ആദ്യം ആരുടെ ലിങ്കിലാണോ ക്ലിക്ക് ചെയ്തത് അവർക്കായിരിക്കും ആ ഒരു ഏണിങ്സ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഫ്യൂച്ചറാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ഒരു പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നതും അതിനെ നമ്മുടെ വ്യൂവേഴ്സിനെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നതും. കാരണം നിങ്ങളുടെ വീഡിയോയിൽ നല്ല നല്ല പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് 1, 2, 3 പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്താം. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂവേഴ്സിന് അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു, അത് ക്ലിക്ക് ചെയ്ത് അവർ വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുവഴി ഷോപ്പിങ്ങിൻ്റെ ഫ്യൂച്ചർ വഴി നമുക്ക് നല്ല എമൗണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ വീഡിയോയിൽ അത്രയും നല്ല പ്രോഡക്റ്റുകൾ കാണിക്കുക. അതിൽ എന്തെങ്കിലും ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി ആ ഒരു വീഡിയോയിൽ കൂടെ പറയുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യൂവേഴ്സിന് ഇംപ്രസ് ആയി അത് അവർ ക്ലിക്ക് ചെയ്ത് വാങ്ങാനിടയാവും. അപ്പോൾ അത് നല്ലൊരു ഫ്യൂച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. മുന്നേ ഈ ഫ്യൂച്ചർ ഉള്ളതാണ്. അത് ഫുൾ മോണിറ്റൈസേഷൻ ആയവർക്കും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആയവർക്കും ഇത് ലഭിക്കുന്നുണ്ട്. 10,000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ ഒത്തിരി പേർക്ക് ആഡ്സെൻസിലൊക്കെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എറർ വന്നു, അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് വന്നു, അപ്പീൽ വീഡിയോ കൊടുക്കണം, അതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ സഹായങ്ങളുണ്ടെങ്കിൽ ID വെരിഫിക്കേഷൻ ചെയ്യേണ്ടതിൽ അതറിയില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.